നമ്മൾ അസർഫാക്കല്ല വരുന്നത്. നല്ല സെറ്റപ്പിലുള്ള പണ്ട് ഇങ്ങനെയൊന്നും അല്ലേ എന്നല്ലേ ആള്. ആടെ പണ്ട് ആ ചായപ്പടി നടത്തിയിരുന്ന കച്ചവടമൊന്നും ഇല്ലാത്ത ഓനെ എന്തോ ഇവിടുന്ന് പോയിങ്ങാണ്ട് എന്തോ ഒരു മെച്ചത്തിലാണല്ലോ ഇപ്പോൾ അല്ലേ? അയാൾ ആ ഹോട്ടലിൽ അങ്ങനെ റീച്ചനായിട്ട് ഇരിക്കുന്നില്ല, ഒരു കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ. ഞാൻ കണ്ടില്ല. അതെ, ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ചോദിച്ചോക്കാം നമുക്ക്. ആ സർഫാക്ക എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. എന്തൊക്കെ എന്നിട്ട് ഇപ്പോൾ പഴയ ഹോട്ടലൊക്കെ ഇപ്പോൾ ഉണ്ടോ? അതൊക്കെ ഇപ്പം നമ്മൾ നിർത്തി. പിന്നെ ഇപ്പോൾ വേറെ എന്താ പരിപാടി? ഇതൊക്കെ നിർത്തി എന്നല്ലാതെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നല്ലാതെ ആരും തിന്നാൻ വരുന്നില്ല. അപ്പം മോന്തിത്താപ്പിനാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ പറ്റം നിർത്തിയപ്പോൾ ഹോട്ടല് ഈ റോഡ് സൈഡിൽ ഒരു മേശയും കസാലയും കുറച്ച് വെള്ളമൊക്കെ പൊട്ടി കലിക്കാണ് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികളും ഒക്കെ വന്നുകാണ്ട് ഈ മോന്തിത്താപ്പിൽ വന്ന് ഇഷ്ടംപോലെ വാങ്ങി കുടിച്ചോളും. ഓർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ പണിക്കാരും വേണ്ട, ഇങ്ങനെ വാടകയും കൊടുക്കണ്ട, കരണ്ടും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ ഞാൻ തന്നെ അങ്ങനെ ചെയ്തു പോകും. ഇതിപ്പോൾ ഒരു പുതിയ ഐഡിയ ആണല്ലോ. ഇതിപ്പോൾ എങ്ങനെയാ പിന്നെ പരിപാടി? ഇപ്പം ഒരു മരത്തിൻ്റെ തണൽ നോക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു മേശയും കുറച്ച് ബന്നും കുറച്ച് ക്രീമും ഉണ്ടായിട്ട് അത് നമ്മൾ മസ്കാ ബന്ന് എന്ന് പറഞ്ഞ പേരിൽ ആണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങി തിന്നാണ്ട്. അല്ല, എന്താ വന്നിൻ്റെ പേര് പറഞ്ഞത്? അതിൻ്റെ പേരാണ് മസ്കാ ബന്ന്. അല്ല, എന്താ പറഞ്ഞ മസ്കാബന്നോ? മസ്കാബന്നല്ല, മസ്കാബന്ന്. അതിന് എത്ര പൈസ ആണെങ്കിലും വാങ്ങി തന്നാണ് ആളുണ്ട്. അല്ല, ഈ ബന്നിൻ്റെ ഒപ്പം പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് കുടിച്ചാനൊക്കെ? അതിൻ്റെ ഒപ്പം ചായ കുടിച്ചാൽ കൊടുക്കുന്നുണ്ട്, നല്ല വെറൈറ്റി ചായകൾ. എന്തൊക്കെ ഐറ്റം ചായ നിങ്ങൾ കുടിക്കാൻ കൊടുക്കണത്? ഇറാനി ചായ, സൗദി ചായ, ജർമ്മൻ കോഫി, അബുദാബി കോഫി, അങ്ങനെ പല പല ഐറ്റം ചായകളുണ്ട്. അപ്പോൾ ഈ ചായപ്പൊടിയും ഈ കാപ്പിപ്പൊടിയൊക്കെ നിങ്ങൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുത്തുക? ഒക്കെ ഇവിടുത്തെ ചായപ്പൊടിയും കോഫിപ്പൊടിയും തന്നെയാണ്. നമ്മളത് ബോർഡുമേൽ കൊണ്ട് എഴുതി വെക്കണം വെറൈറ്റി പേരുകളായിട്ട്. അതാണ് ജനങ്ങൾക്ക് വേണ്ടിയത്. പിന്നെ ഷെഡ് ഹോട്ടലിന് ചോറ് കഴിക്കലാണ് ഇപ്പോൾ ആൾക്കാർക്ക് ട്രെൻഡ്. ഞാൻ പെരയിലെ തൊഴുത്തുനിന്ന് പശുക്കളെ മാറ്റിയിട്ട് അവിടെ 4 കസാലി മേശൊക്കെ ഇട്ടുകാണ്ട് ഊണ് അവിടെ ഉണ്ടാക്കി. ഇപ്പം ഇഷ്ടം പോലെ ആളുകൾ വന്ന് തിന്നു പോകും. അപ്പോൾ അതാണ് നിങ്ങളെ രഹസ്യം അല്ലേ? എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കാശാണ്. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വേണമെങ്കിൽ ലീവ് ആക്കുകയും ചെയ്യാം. യാതൊരു പ്രയാസമില്ല. ഇത് നല്ല സുഖം. വൈകുന്നേരം കച്ചവടത്തിന് ഇറങ്ങാൻ പറ്റും. അതുവരെ നമുക്ക് ഒരു പണിയില്ല. നമുക്ക് നല്ല പരിപാടി ഒന്ന് നോക്കിയാലും അങ്ങനത്തെ. അതിൻ്റെ പേരിൽ തൊഴുത്തുണ്ടോ? തൊഴുത്തന്നെ വേണ്ട, നമുക്ക് എവിടെയും വല്ല തണലത്തെ ഒരു മേശ കെട്ടിയാണ്ട് ഈ മസ്കാ ബന്നാണ് തുടങ്ങിയാൽ. ഞാൻ റെഡിയാണ്. എന്നാ ശരി കേട്ടോ. അല്ല, എന്തിപ്പോ ബന്നിന്റെ പേര് പറഞ്ഞല്ലേ, മറന്നും ചെയ്തില്ലാണ്. ക്രീം ബന്നല്ലേ? ക്രീം ബന്നൊന്നല്ല, അതിന്റെ പേരിപ്പോ മദീന ബന്നോ, മസ്കാ ബന്നെ.